السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال يا قوم إني بريء مما تشركون إني وجهت وجهي للذي فطر السماوات والأرض وما أنا من المشركين. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ആദർശ പിതാവായ അബുൽ അംബിയ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും കുടുംബത്തിൻ്റെയും ത്യാഗപൂർണവും പ്രൗഢ ഗംഭീരവുമായ ജീവിതത്തെ അയവിറക്കിക്കൊണ്ട് ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സന്ദേശം വിളിച്ചോതിക്കൊണ്ട് നാം ആഘോഷിക്കുന്ന ഈ ബലിപെരുന്നാൾ സുദിനത്തിൽ എല്ലാ ആളുകൾക്കും ഈദ് ആശംസകൾ കൈമാറുകയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അഅ്മാൽ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. لا إله إلا الله والله أكبر الله أكبر ولله الحمد. ഈ സന്തോഷത്തിന്റെ മുഹൂർത്തത്തിൽ നമ്മോടൊപ്പം പങ്കുചേരാനും ആഹ്ലാദം പങ്കുവെക്കുവാനും കഴിയാതെ രോഗികളും വൃദ്ധരുമായി കൊണ്ട് വീടുകളിലോ ആശുപത്രികളിലോ ഒക്കെ കഴിഞ്ഞുകൂടുന്ന ആളുകളെ നാം ഈ സമയത്ത് ഓർക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗങ്ങൾ ശമനം നൽകുകയും വാർദ്ധക്യ സഹജമായ അവസ്ഥകൾ അവർക്ക് ആശ്വാസം നൽകുകയും ചെയ്യുമാറാവട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിൽ പോലും പങ്കുചേരാൻ കഴിയാതെ, ഒരു പിടി അന്നത്തിന് പോലും വകയില്ലാതെ കണ്ണീരും കയ്യുമായി കഴിയുന്ന ആളുകളെ നാം ഈ സമയത്ത് ഓർക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം ആശ്വാസം നൽകുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് വിശ്വസിച്ചു എന്നതിൻ്റെ പേരിൽ പീഡനങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും വിധേയരാകുന്ന ഒട്ടേറെ ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണവും ആശ്വാസവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസികളായ നമുക്ക് രണ്ട് ആഘോഷങ്ങളാണ് ഉള്ളത് എന്ന് നമുക്കറിയാം. ബലിപെരുന്നാളിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അഅ്ളമുൽ അയ്യാമി ഇൻദല്ലാഹി യൗമുൻ നഹർ. ദിവസങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള ദിവസം യൗമുൻ നഹറാണ്, ബലിയുടെ ദിവസമാണ് എന്നാണ്. അത്രമാത്രം പ്രാധാന്യം ഈ ദിവസത്തിലുണ്ട്. ജീവിതത്തിലുടനീളം തന്നെ വരിഞ്ഞു മുറുക്കിയ അഗ്നി പരീക്ഷണങ്ങളെ വിശ്വാസത്തിൻ്റെ കരുത്തുകൊണ്ട് നേരിടുകയും അള്ളാഹുവിൻ്റെ ആത്മമിത്രം അഥവാ ഖലീലുള്ളാഹ്
എന്ന പേരിന് അർഹനാവുകയും ചെയ്തിട്ടുള്ള ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതമാണ് നാം ഇന്ന് അയവിറക്കുന്നത്. മാനവതയുടെ നായകനാണ് അദ്ദേഹം. എല്ലാ സെമിറ്റിക് മതങ്ങളും ഞങ്ങൾ ഇബ്രാഹിമിന്റെ അല്ലെങ്കിൽ അബ്രഹാമിന്റെ അനുയായികളാണ് എന്ന് അവകാശപ്പെടുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഒരു പ്രവാചകനോട് മറ്റൊരു പ്രവാചകന്റെ മില്ലത്ത് അനുധാവനം ചെയ്യണം എന്ന് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മുഹമ്മദ് നബിയോടും അദ്ദേഹത്തിന്റെ ഉമ്മത്തിനോടും മുൻകാലത്ത് അഥവാ 5000 വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഇബ്രാഹിമി മില്ലത്താണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്നാണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകരോട് കൽപ്പിക്കുന്നത്. ലോകാവസാനം വരെയുള്ള വിശ്വാസികൾ മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകളാണെങ്കിലും അവർ സ്വീകരിച്ചിട്ടുള്ള മില്ലത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മില്ലത്താണ്. ഖുർആൻ പറഞ്ഞത് സുമ്മ ഔഹൈനാ ഇലൈക അനിത്തബിഅ മില്ലത ഇബ്രാഹിമ ഹനീഫ എന്നാണ്. അതുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ ഒരു സമൂഹമായിട്ടാണ് ഖുർആൻ പരിചയപ്പെടുത്തി തരുന്നത്. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹി ഹനീഫൻ വലം യകു മിനൽ മുശ്രിക്കീൻ എന്ന വചനത്തിൽ അള്ളാഹു അതാണ് പഠിപ്പിക്കുന്നത്. അഥവാ ഒരു സമൂഹത്തിന് നിർവഹിക്കാൻ കഴിയുന്ന അത്രയും ഭാരിച്ച കാര്യങ്ങൾ നിർവഹിക്കുവാൻ ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഇബ്രാഹിമിനെ നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത് ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫി ഇബ്രാഹീമ വല്ലദീന മഅഹു, നിങ്ങൾക്ക് ഇബ്രാഹിമിലും അതുപോലെ തന്നെ അദ്ദേഹത്തിൽ വിശ്വസിച്ചിട്ടുള്ള ആളുകളിലും നിങ്ങൾക്ക് ഉത്കൃഷ്ടമായ ഉത്തമമായ മാതൃകയുണ്ട് എന്നാണ്. നമ്മുടെ മുൻകാലത്ത് കഴിഞ്ഞുപോയ ആ പ്രവാചകൻ നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയുണ്ടായി. റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക. ആ കഅബാലയം പണിതുയർത്തുന്ന ആ സമയത്ത് നമ്മുടെ പിതാവ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നത്, പടച്ചവനെ ഞങ്ങളിൽ നിന്ന് ഇത് നീ കബൂൽ ചെയ്യണമേ, തഖബ്ബൽ മിന്നാ, അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് നീ ഇത് കബൂൽ ചെയ്യണം, ഞങ്ങൾക്ക് ശേഷം വജഅൽനാ മുസ്ലിമൈനി ലക, ഞങ്ങളെ നീ നിനക്ക് കീഴൊതുങ്ങി ജീവിക്കുന്നവരാക്കി തീർക്കണം, വമിൻ ഉമ്മത്തിന ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക, ഞങ്ങൾക്ക് ശേഷം വരുന്ന ഞങ്ങളുടെ സന്താന പരമ്പരകളിൽ നിന്നും നിനക്ക് കീഴൊതുങ്ങി ജീവിക്കുന്ന ഉത്കൃഷ്ട ഉത്തമ സമൂഹത്തെ നീ വാർത്തെടുക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ലോകാവസാനം വരെയുള്ള വിശ്വാസി സമൂഹത്തിന് വേണ്ടി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ വസിയ്യത്ത് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു. വവസ്വാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയാഖൂബ് യാ ബനിയ്യ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തെരഞ്ഞെടുത്തിട്ടുള്ള മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ആ തന്റെ മക്കളോടും ശേഷം വരുന്ന ആളുകളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയോട് പറയുന്നത്. അതിനുശേഷമുള്ള ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരയിലാണ് മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകൾ കടന്നു വരുന്നത് എന്ന് നമുക്കറിയാം. എന്നിട്ട് അവരോട് പറയുന്നത് ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരണപ്പെട്ടു പോകരുത് എന്നാണ്. അഥവാ ഈ പെരുന്നാളിന്റെ സുദിനത്തിലും നമ്മൾ മനസ്സിലാക്കുന്നത് ആഹ്ലാദിക്കുകയും ആർമാദിക്കുകയും ഒക്കെ ചെയ്യുന്നതോടുകൂടി മുസ്ലിമായി ജീവിക്കുവാനും മുസ്ലിമായി മരിക്കുവാനുമാണ് ഒരു വിശ്വാസി തയ്യാറാവേണ്ടത് എന്നാണ്. മുസ്ലിമായി ജീവിച്ചാൽ മാത്രം പോരാ, മുസ്ലിമായി കൊണ്ട് തന്നെ മരിക്കുകയും ചെയ്യണം എന്ന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അന്നത്തെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ആ വസിയത്ത് വിശ്വാസി സമൂഹം നെഞ്ചേറ്റുവിടുന്ന ഒരു സമയമാണിത് എന്ന് കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അനുഭവിച്ചിട്ടുള്ള പരീക്ഷണങ്ങൾ നമുക്കറിയാവുന്നതാണ്. അദ്ദേഹത്തോട് ശത്രുത വെച്ച് പുലർത്തിയിട്ടുള്ള നാടിനെയും നാട്ടുകാരെയും ഭരണകൂടത്തെയും നമുക്കറിയാവുന്നതാണ്.
എന്നിട്ട് കൂടി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ശത്രുവിനോട് പോലും ഏറ്റവും നല്ല സ്വഭാവത്തോടു കൂടി വർത്തിച്ച ആളാണ്. ഖുർആൻ പറയുന്നത് ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി വമൻ അസാനി ഫഇന്നക ഗഫൂറുർ റഹീം. അല്ലാഹുവേ, എന്നെ പിൻപറ്റിയിട്ടുള്ള ആളുകൾ എന്നിൽപ്പെട്ടവനാണ്, എന്നാൽ എന്നെ ധിക്കരിച്ചുകൊണ്ട് എന്റെ ഉപദേശങ്ങളിൽ നിന്ന് വിട്ടകന്നു പോയിട്ടുള്ള ആളുകൾ, പടച്ചവനെ നീ പൊറുക്കുന്നവനാണ്, നീ കരുണ ചെയ്യുന്നവനാണ്, അതുകൊണ്ട് അവർക്ക് നീ പൊറത്തു കൊടുക്കണമേ എന്ന മഹാനുഭാവാൻ ആയിട്ടുള്ള പ്രവാചകനാണ്. അങ്ങനെ ചിന്തിച്ചിട്ടുള്ള പ്രവാചകനാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഇങ്ങനെ ഖുർആനിന്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹത്തിന്റെ ഒരുപാട് ഗുണഗണങ്ങൾ നമുക്ക് ഖുർആൻ പറഞ്ഞു തരികയാണ്. ഉദ്ദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് മുഴുവൻ ലോകവും ഇരുളടഞ്ഞ ഒരു കാലഘട്ടത്തിൽ അള്ളാഹുവിന് പുറമെ, സൃഷ്ടാവിന് പുറമെ സൃഷ്ടികളെ ആരാധിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുള്ള ഒരു മഹാമനുഷ്യനാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹം കണ്ണു തുറന്നിട്ടുള്ള സമൂഹം അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും പൂണ്ടുകിടന്നിരുന്ന ഒരു സമൂഹമായിരുന്നു. മായം, മാരണം, ഉറുക്ക് ഇതുപോലെയുള്ള ഒരുപാട് അന്ധവിശ്വാസങ്ങളിൽ അവർ ഓരോരുത്തരും അകപ്പെട്ടു പോയിരുന്നു. ശിലകളിൽ കൊത്തിയുണ്ടാക്കിയ പ്രതിമകളും മാനത്ത് മിന്നിമറയുന്ന നക്ഷത്രങ്ങളുമാണ് തങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗധേയങ്ങൾ നിർണയിക്കുന്നത്, ജയാപജയങ്ങൾ നിർണയിക്കുന്നത് എന്നായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. സൃഷ്ടാവിന് പുറമെ സൃഷ്ടികളെ ആരാധിക്കുന്ന വിഷയത്തിൽ പൂജാരികളും ഭരണാധികാരികളും കൈകോർത്തു പിടിച്ചിരുന്നു. ഇങ്ങനെയുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷമായിരുന്നു അന്നുണ്ടായിരുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ശൈശവവും ബാല്യവും കഴിഞ്ഞ് കൗമാരത്തിലേക്ക് എത്തിയപ്പോ അവിടെ ഈ വിശ്വാസത്തിന്റെ ആരാധനകളുടെ ജീവിത രീതികളുടെ മൗഢ്യം അദ്ദേഹം തിരിച്ചറിയുകയും പ്രതികരിക്കണമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്യുകയാണ്. അദ്ദേഹം അതിനെ തെരഞ്ഞെടുത്തിട്ടുള്ളത് തന്റെ വീടും നാടും തന്നെയാണ്. തന്റെ പിതാവിനോട് പറഞ്ഞത് നമുക്കറിയാം, യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ. പൊന്നു പിതാവേ, എന്തിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്? കേൾക്കാത്ത, കാണാത്ത, ഉപകാരങ്ങളൊന്നും ചെയ്യാത്ത ഈ പ്രതിമകളെയാണോ, പ്രതിഷ്ഠകളെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അത് ഉൾക്കൊള്ളാൻ പിതാവിനോ ആ സമൂഹത്തിനോ കഴിയുമായിരുന്നില്ല. അദ്ദേഹത്തോട് തിരിച്ചു പറഞ്ഞ മറുപടി ഒട്ടും ആശാവഹമായിരുന്നില്ല. ഖുർആൻ അതും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. യാ ഇബ്രാഹിം ലഇല്ലം തൻതഹി ലഅർജുമന്നക വഹ്ജുർനി മലിയ. ഇബ്രാഹിമേ, ഞങ്ങളുടെ ആരാധനകളെയും ജീവിത രീതികളെയും നീ എതിർക്കുകയാണ് എങ്കിൽ നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, നിന്നെ ഞങ്ങൾ ചുട്ടുകരിച്ചു കളയും എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയോട് അവർ പ്രതികരിക്കുന്ന രംഗവും നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ അർത്ഥശൂന്യങ്ങളായ വിശ്വാസങ്ങളെ സമൂഹത്തിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് അദ്ദേഹം എതിർത്തിട്ടുള്ള കാര്യം നമുക്കറിയാം. വിവേകപൂർണമായി അദ്ദേഹം ബന്ധപ്പെടുന്ന ഒരുപാട് മേഖലകളെ കാണാം. വിഗ്രഹങ്ങളെ തച്ചുടക്കുകയും ഏറ്റവും വലിയതിന്റെ തോളിൽ കോടാലി തൂക്കിയെടുത്തതും നമ്മൾ കേട്ടിട്ടുള്ള ചരിത്രമാണ്. അതുപോലെ ഖുർആൻ വിശദീകരിച്ച ഓരോ നക്ഷത്രങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും എല്ലാം കണ്ടപ്പോ ഇതെല്ലാം എന്റെ റബ്ബാണ് എന്ന് പറയുകയും എല്ലാം അസ്തമിച്ചു പോയപ്പോ അസ്തമിച്ചു പോകുന്നതിന്റെ റബ്ബാവാൻ അർഹതയില്ല, ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന ഒരു റബ്ബ് ഇതിന്റെ പിന്നിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രതികരിച്ച് നമുക്ക് കാണാവുന്നതാണ്. തങ്ങളുടെ ഈ ആരാധ്യ വസ്തുക്കൾക്ക് മുമ്പിൽ ചെന്നുകൊണ്ട് പ്രാർത്ഥനകളും ആവലാദികളും ദേവലാദികളും സമർപ്പിക്കുന്ന ഈ ആളുകളോട് അദ്ദേഹം ചോദിക്കുന്നത്, ഖാല ഹൽ യസ്മഊനകും ഇദ തദഊൻ ഔ യൻഫഊനകും ഔ യദുറൂൻ. അല്ല സഹോദരേ, നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ അവർ കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് വല്ല ഉപകാരവും വല്ല ഉപദ്രവവും ചെയ്യാൻ അവർക്ക് കഴിയുമോ എന്ന യുക്തിപൂർണമായ ചോദ്യം അവരോട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുകയാണ്. അവസാനം ഈ ദഅവത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങളുടെ അവസാനമായി അദ്ദേഹം പറയുന്നു, ഫഇന്നഹും അദുവ്വുൻ ലീ ഇല്ലാ റബ്ബൽ ആലമീൻ. സർവലോക രക്ഷിതാവൊഴികെ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആരാധ്യ വസ്തുക്കളെല്ലാം എന്റെ ശത്രുക്കളാകുന്നു.
എന്റെ രക്ഷിതാവാരാ? അല്ലദീ ഖലഖനീ ഫഹുവ യഹ്ദീൻ വല്ലദീ ഹുവ യുത്ഇമുനീ വയസ്ഖീൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കുകയാണ്. എന്നെ സൃഷ്ടിച്ചവൻ, എനിക്ക് മാർഗദർശനം നൽകിയവൻ, എന്നെ ഊട്ടുന്നവൻ, എന്നെ കുടിപ്പിക്കുന്നവൻ, എനിക്ക് രോഗമായാൽ എനിക്ക് ശമനം നൽകുന്നവൻ, അള്ളാഹുവിന്റെ അടുക്കൽ വല്ല പാപവും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പുറത്തു തരും എന്ന് ഞാൻ പ്രതീക്ഷയർപ്പിക്കുന്നവൻ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അവനെ മാത്രമേ ആരാധിക്കുവാൻ പാടുള്ളൂ, അവനെ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്റെ നയപ്രഖ്യാപനം നടത്തുകയാണ്. വീണ്ടും അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ ശിർക്ക് വെക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഞാൻ നിരപരാധിയാണ്. ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളെ സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ നേർക്കാണ് ഞാൻ എന്റെ മുഖം തിരിച്ചിരിക്കുന്നത്. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ ബഹുദൈവാരാധകരുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല എന്ന് അദ്ദേഹം തൗഹീദിന്റെ ഏകദൈവ വിശ്വാസത്തിന്റെ നയപ്രഖ്യാപനവും അതിനു വേണ്ടിയുള്ള ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളും അദ്ദേഹം നടത്തുകയാണ്. പക്ഷേ ആ നാട് അദ്ദേഹത്തിന് സ്വൈര്യം നൽകിയില്ല. നാട് വിട്ടു പോകേണ്ടി വന്നു. സിറിയ, ഈജിപ്ത്, ഫലസ്തീൻ ഇതുപോലെയുള്ള ഒരുപാട് നാടുകളിലൂടെ അദ്ദേഹം ചുറ്റിക്കറങ്ങി. അവിടെയൊന്നും ഈ തൗഹീദിന്റെ ആദർശം പറയുന്ന ആളിനെ സ്വീകരിക്കാൻ എവിടെയും ആളുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരുപാട് 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 പരീക്ഷണങ്ങൾക്ക് ശേഷം ഖുർആൻ പറയുന്നു, വൈദിബ്തലാ ഇബ്രാഹീമ റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുന്ന ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ. ഇങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ലോകത്തിന്റെ നേതാവാക്കുകയാണ്. ഈ ലോകത്തിന്റെ നേതാവാക്കി മാതൃക ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധം ഏകദൈവ വിശ്വാസം ഉൾക്കൊണ്ടവനും അത് പ്രചരിപ്പിക്കുന്നവനും ആ ദഅവത്ത് നടത്തുന്നവനുമായ ആ പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ നേതാവായി പ്രഖ്യാപിക്കുകയാണ്. ആ ഒരു സന്ദേശമാണ്, ആ ഇബ്രാഹീമിന്റെ തൗഹീദിന്റെ സന്ദേശമാണ് നാം ഇന്ന് ആദ്യമായി പെരുന്നാളിന്റെ സന്ദേശമായി ഉൾക്കൊള്ളുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിൽ അടിയുറച്ചു നിൽക്കാൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നമ്മോട് വിളിച്ചു പറയുന്നു. ആ മാർഗത്തിൽ ത്യാഗം വഹിക്കാൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നമ്മോട് വിളിച്ചു പറയുന്നു. നാം അതിന്റെ ആളുകളായി മാറുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ പ്രവർത്തനത്തിന്റെ ദഅവത്തിന്റെ ആ കാലഘട്ടത്തിലുള്ള സാമൂഹ്യ അന്തരീക്ഷം അതുപോലെയോ അതിനേക്കാൾ ശക്തമായ രൂപത്തിലോ ഇന്നും നിലനിൽക്കുന്നു എന്നതാണ്. ഇന്നും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്നതാണ്. പൂജാമുറികളിലും ക്ഷേത്രങ്ങളിലും മക്ബറകളിലും അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരും മഹതികളുമായ ആളുകളാണ് തങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് എന്നാണ് പലരും വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത്. അധികാരം നിലനിർത്തുവാൻ വേണ്ടി ഹോമങ്ങളും യാഗങ്ങളും നടത്തുന്ന അന്ധവിശ്വാസത്തിന്റെ ഒരു ലോകത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ജന്മനക്ഷത്രങ്ങളാണ് തങ്ങളുടെ ജീവിതത്തിന്റെ ജയാപജയങ്ങൾ നിർണയിക്കുന്നത് എന്നാണ് സമൂഹത്തിൽ മഹാഭൂരിപക്ഷവും വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ പല കാര്യങ്ങളും പല തരത്തിലുള്ള പ്രവർത്തനങ്ങളാൽ നമുക്ക് ദോഷമായി ഭവിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരു നാടാണിത്. നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് കടന്നു വന്നിട്ടുള്ള സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള ഒരു സർക്കാരിൽ 13 എന്ന് പറയുന്ന നമ്പർ കാറേറ്റെടുക്കാൻ മന്ത്രിമാർക്ക് വരെ താല്പര്യമുണ്ടായില്ല എന്നത് നാം പത്രത്തിൽ വായിച്ചതാണ്. എന്തിന്റെ പേരിലാണ്? അന്ധവിശ്വാസത്തിന്റെ പേരിലാണ്. 13 എന്ന നമ്പർ വാഹനം ഞാൻ ഉപയോഗിച്ചാൽ ആ വാഹനം എനിക്ക് തുടർന്നുള്ള മുന്നേറ്റത്തിന് തടസ്സമാകും, ഇനി എനിക്ക് മന്ത്രിയാകാൻ കഴിയില്ല എന്ന രൂപത്തിലുള്ള അന്ധവിശ്വാസത്തിന്റെ പേരിലാണ്. ശാസ്ത്രത്തിന്റെയും
ടെക്നോളജിയുടെയും കണ്ടുപിടുത്തങ്ങളിലൂടെ ISRO മറ്റോ ഏതെങ്കിലും റോക്കറ്റുകൾ അവർ ഉണ്ടാക്കുകയും വിക്ഷേപിക്കാൻ ഒരുങ്ങുകയും ചെയ്താൽ അവിടെ ഒരു പൂജയും കാര്യവും ബാക്കിയുള്ളതും. ഇതിനെയെല്ലാം മറികടക്കുന്ന ഈ അന്ധവിശ്വാസങ്ങൾ, ആ രൂപത്തിലുള്ള അന്ധവിശ്വാസങ്ങളുടെ ലോകത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതെന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത്? ഇബ്രാഹീമുമാർ ഇനിയും ജനിക്കണം, ഇബ്രാഹീമുമാരുണ്ടാകണം. ഇനിയും ഇവിടെ ഉണ്ടാകേണ്ടത് ഇബ്രാഹീമുമാരാണ്. ഏകദൈവത്തിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ടാകണം എന്നതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഈ ഈദിന്റെ ആദർശ ബന്ധം ആ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കുക. ഹാജിമാർ ഹജ്ജ് നിർവഹിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു സമയമാണിത്. ഏതാനും കല്ലേറിന്റെ ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. സംസം കാണുമ്പോ, സംസമിന്റെ അടുത്തുകൂടി നടക്കുമ്പോ, സംസം നമ്മൾ അനുഭവിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾ മണലാരണ്യത്തിൽ ഒറ്റപ്പെട്ടു പോയി ഒരു അത്താണിയുമില്ലാതെ കഴിയേണ്ടി വന്നിട്ടുള്ള ഹാജറ ബീവിയെ നാം ഓർക്കാറുണ്ടോ? പ്രിയപ്പെട്ട സഹോദരിമാരെ, ആ ഹാജറ ബീവി എന്ന് പറയുന്ന ഉമ്മ ജീവിതത്തിൽ അനുഷ്ഠിച്ചിട്ടുള്ള ത്യാഗ പരീക്ഷണങ്ങൾ, ഒറ്റപ്പെട്ടു പോയിട്ടുള്ള ആ രംഗങ്ങൾ, അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് കഴിഞ്ഞുകൂടിയിട്ടുള്ള ആ നാളുകളെ കുറിച്ച് നാം ഓർക്കാറുണ്ടോ എന്ന് നാം അന്വേഷിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ആ ഹാജറ ബീവിയ ഇബ്രാഹിം, ഐന തദ്ഹബു വതതറുകുനാ ബിഹാദൽ വാദി, ഈ താഴ്വരയിൽ ജനശൂന്യമായ ഈ താഴ്വരയിൽ ഞങ്ങളെ ഒറ്റക്കാക്കിയിട്ട് ഇബ്രാഹിം നീ എവിടെ പോകുന്നു എന്ന് ഒന്നല്ല രണ്ടല്ല പലതവണ ചോദിച്ചിട്ടും മറുപടി ലഭിക്കാത്തപ്പോ ചോദ്യം മാറ്റി ചോദിക്കുകയാണ്. അല്ലാഹു ആണോ താങ്കളോട് ഇങ്ങനെ മടങ്ങിപ്പോകാൻ വേണ്ടി കൽപ്പിച്ചത്? അതെ എന്ന് മറുപടി പറഞ്ഞപ്പോ ആദർശത്തിൽ ഊട്ടപ്പെട്ടിട്ടുള്ള ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അതേ തൗഹീദിന്റെ ആദർശമുള്ള ഹാജറ ബീബി അവിടെ പറഞ്ഞത്, ഇതല്ലായുന, എങ്കിൽ ആ അള്ളാഹു ഞങ്ങളെ കൈവിടുകയില്ല, താങ്കൾ പോയിക്കൊള്ളൂ, ഞാൻ ഒറ്റക്കാണ് എങ്കിലും എന്റെ രക്ഷിതാവ് എന്നെ സംരക്ഷിക്കും എന്ന ആ തവക്കുൽ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങളുടെ മനസ്സുകളിൽ ഈമാനിന്റെ രംഗത്തുണ്ടാവാറുണ്ടോ എന്നത് ആലോചിക്കേണ്ടുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ബലിമൃഗങ്ങളുടെ കഴുത്തിൽ കത്തിവെക്കുമ്പോ കൗമാരപ്രായക്കാരനായ ആ ഇസ്മായിലിനെ സമൂഹവും പ്രത്യേകിച്ച് ഇന്നത്തെ കൗമാര സമൂഹവും ഓർക്കാറുണ്ടോ എന്ന് നാം ആലോചിക്കണം. ഞാൻ ഇന്ന് ഇങ്ങോട്ട് പുറപ്പെടുന്ന ഈ സമയത്ത് വഴിയിൽ മുഴുവനും ചില സ്ഥലങ്ങളിലൊക്കെ ഫാൻസുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. ലോകകപ്പ് അടുത്ത് വരികയാണ്. ബ്രസീലിന്റെ ആളുകളുണ്ട്, അർജന്റീനയുടെ ആളുകളുണ്ട്, പല ഫാൻസുകളുടെയും വലിയ ബോർഡുകൾ. എന്നാൽ ഈ പെരുന്നാൾ നമ്മോട് ആവശ്യപ്പെടുന്നത് ഇസ്മായിലി ഫാൻസ് ആരുണ്ട് എന്നതാണ്. ആ ഇസ്മായിലിന്റെ ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് കൗമാരത്തിന് ആ വൈബായി മാറാനുള്ള ആ രൂപത്തിലുള്ള ആദർശത്തിന്റെ ചങ്കൂറ്റത്തോടു കൂടി ജീവിക്കുവാൻ ഇസ്മായിലിനെ പിന്തുടരാൻ ആരുണ്ട്? അറുക്കാൻ കൊണ്ടുപോകുന്ന ആ സമയത്ത് അഭിപ്രായം ചോദിച്ചപ്പോ യാ അബതി ഫഅൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ എന്ന് മറുപടി പറഞ്ഞിട്ടുള്ള, അറുക്കാൻ കിടത്തിയ ആ സമയത്ത് യാ അബതി ഇസ്തുദ്രിബാതി ഹത്താ ലാ അൽതരിബ്, വാപ്പാ എന്റെ കൈകാലുകൾ നിങ്ങൾ നല്ലതുപോലെ ബന്ധിക്കണം, ഞാൻ പടക്കാതിരിക്കാൻ, അറക്കുന്ന സമയത്ത് പടക്കാതിരിക്കാൻ നിങ്ങൾ ശക്തമായി ബന്ധിക്കണം. എന്റെ വസ്ത്രം ഒന്ന് കയറ്റി വെക്കണം, അല്ലെങ്കിൽ ഒന്ന് ഊരി വെക്കണം മുപ്പ. കാരണം ആ വസ്ത്രത്തിലെങ്ങാനും രക്തം പുരണ്ടാൽ തിരിച്ചു നിങ്ങൾ വീട്ടിലേക്ക് ആ വസ്ത്രവുമായി കടന്നു ചെല്ലുന്ന സമയത്ത് എന്റെ ഉമ്മ ഈ വസ്ത്രം കാണുകയും അതിൽ രക്തം കാണുകയും ചെയ്യുമ്പോ എന്റെ ഉമ്മാക്ക് വിഷമമുണ്ടാകും. അതുകൊണ്ട് പൊന്നുപ്പ നിങ്ങൾ ആ വസ്ത്രം ഒന്ന് ഊരി വെക്കണം എന്ന് പറഞ്ഞ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം അതുപോലെ എന്റെ പൊന്നു പിതാവേ, മൂർച്ചയുള്ള കത്തി കൊണ്ട് എന്റെ കഴുത്തിൽ നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അറവ് നടത്തണം. കാരണം എനിക്ക് മരണം ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യമായി തീരുവാൻ വേണ്ടി. അതുപോലെ എന്റെ മുഖത്തെ അങ്ങ് ചെരിച്ചു കിടത്തണം.
എന്റെ മുഖത്തെ അങ്ങ് ചെരിച്ചു കിടത്തണം. കാരണം എന്താ? എന്റെ മുഖത്തേക്കെങ്ങാനും നോക്കുന്ന സമയത്ത് ഫതർഹമനി, താങ്കൾക്ക് എന്നോട് കാരുണ്യം തോന്നിയേക്കാം. എങ്ങനെയാണ് ജീവിതത്തിന്റെ സായം സന്ധ്യയിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ആ കുഞ്ഞിനെ ഞാൻ അറുക്കുക എന്ന് തോന്നിയേക്കാം. അതുകൊണ്ട് എന്റെ കണ്ണും മുഖവും കാണാത്ത വിധത്തിൽ നിങ്ങൾ ചെരിച്ചു കിടത്തിക്കൊണ്ട് എന്നെ അറുക്കണം വാപ്പ. അതുപോലെ തന്നെ ഒരു പക്ഷേ ആ കത്തിയുടെ തിളങ്ങുന്ന മൂർച്ച ഞാൻ കാണുമ്പോ എനിക്ക് തന്നെ ഒരു ഭയപ്പാടുണ്ടായേക്കാം. അതുകൊണ്ട് എന്നെ ചെരിച്ചു കിടക്കണം. എന്റെ പൊന്നു പിതാവേ, നിങ്ങൾ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് എന്റെ പൊന്നു മാതാവിനോട് എന്റെ സലാം പറയണം നിങ്ങൾ എന്ന് പറഞ്ഞ ഇസ്മായിലിനെ ഓർക്കാൻ ഇന്നത്തെ കൗമാരം തയ്യാറുണ്ടോ? ആ ഇസ്മായിലിന്റെ പാത പിന്തുടരുവാൻ, ആ ആദർശം പിന്തുടരുവാൻ ഇന്ന് ആളുകൾ തയ്യാറുണ്ടോ എന്നത് ഈ ബലിപെരുന്നാൾ നമ്മോട് ചോദിക്കുന്ന ചോദ്യമാണ്. ഉത്തരം കണ്ടെത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. അതുപോലെ തന്നെ തക്ബീറിന്റെ മന്ത്രധ്വനികൾ കേൾക്കുന്ന സമയത്ത് കറുത്ത കറുത്ത ആ ബിലാലിന്റെ ബാങ്കൊലി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാറുണ്ടോ? ഒരുപാട് ത്യാഗ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ആ സ്വഹാബത്തിന്റെ ജീവിതത്തിലെ പരീക്ഷണങ്ങളേറ്റപ്പോ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് ഉറക്കെ പറഞ്ഞിട്ടുള്ള ആ ആളുകളുടെ ചരിത്രങ്ങൾ ഈ അല്ലാഹു അക്ബർ എന്ന തക്ബീറിന്റെ മന്ത്രധ്വനികളിലൂടെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. കിസ്റ കൈസറിന്റെ കോട്ട കൊത്തളങ്ങളെ ഉറപ്പിച്ചിട്ടുള്ള ശബ്ദമാണ് ഈ അല്ലാഹു അക്ബറിന്റെ ശബ്ദം. അതുപോലെ അത് വേണ്ടതുപോലെ പറഞ്ഞ ആളുകൾക്ക് ലോകത്തെ കീഴടക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരികയാണ്. ഇതെല്ലാം ഈ പെരുന്നാൾ നമുക്ക് നൽകുന്ന സന്ദേശമാണ്. സന്ദേശമാവേണ്ടതുണ്ട്, നാം ഉൾക്കൊള്ളേണ്ടതുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ബലി പെരുന്നാൾ എന്നാണ് നമ്മൾ പറയാറ്. ബലിയാണ് ജീവൻ നൽകുന്നത്. ജീവിതം ബലി നൽകിയ ആളുകൾക്ക് മാത്രമേ ചരിത്രത്തിൽ സ്ഥാനമുള്ളൂ. ആരെങ്കിലും പിന്നീട് നമ്മെ ഓർക്കണമെങ്കിൽ, പിന്നീട് നമ്മെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കണം. ജീവിതത്തെ നാം ബലിയാക്കണം. സാമ്പത്തികമായി, ശാരീരികമായി, സാമൂഹ്യമായി നമുക്ക് ബലി നൽകാൻ സാധിച്ചെങ്കിൽ മാത്രമേ ചരിത്രത്തിന്റെ ചെപ്പിൽ നമുക്ക് സ്ഥാനം പിടിക്കാൻ കഴിയൂ എന്ന് മനസ്സിലാക്കി ജീവിതത്തെ ഇസ്ലാമിന്റെ ബലിയാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. ആ രൂപത്തിൽ ഒരു ദിവസത്തെ ബലിയല്ല, ഒരു ദിവസത്തെ ബലി പെരുന്നാളല്ല, ജീവിതം മുഴുക്കെ ബലിയാക്കണം എന്ന് ഈ ബലി പെരുന്നാൾ നമ്മോട് ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ നാം ചൊല്ലുന്ന ഈ തക്ബീറിന്റെ മന്ത്രധ്വനികൾ നാവുകൾക്കപ്പുറം നമ്മുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങേണ്ടതുണ്ട്, ആ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങേണ്ടതുണ്ട്. അതിന്റെ വേദികൾ അവിടെ പടർന്നു പിടിക്കേണ്ടതുണ്ട്. അങ്ങനെ ആ തക്ബീറിന്റെ മന്ത്രധ്വനികളിലൂടെ തൗഹീദിന്റെ വക്താക്കളായിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അഅ്മാൽ എന്ന് പറഞ്ഞുകൊണ്ട് നാം ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുമ്പോ, ആലിംഗനം ചെയ്യുമ്പോ അവിടെ ഹസ്തദാനം മാത്രമാകരുത്, ഹൃദയദാനവും കൂടിയാവണം. നമ്മുടെ ഹൃദയം അറിഞ്ഞുകൊണ്ടുള്ള ഹസ്തദാനമാണ്, സ്നേഹമാണ്, സ്നേഹം പങ്കിടലാണ് അവിടെ വേണ്ടത്. അതുപോലെ മോടി കൂടിയ വസ്ത്രങ്ങൾ ധരിച്ച് സുഗന്ധങ്ങൾ പൂശി നാം പള്ളികളിലും അതുപോലെ ഈദ്ഗാഹുകളിലും ഒക്കെ സമ്മേളിക്കുമ്പോ അതുപോലെ മോടി കൂടിയ സുന്ദരമായ സ്വഭാവങ്ങളും നമുക്കുണ്ടാകണം. ആ മോടിയെപ്പോലെ തന്നെ സുന്ദരമായ സ്വഭാവങ്ങളും നമുക്കുണ്ടാകണം. അതുപോലെ പത്രാസിന്റെ പെരുന്നാളല്ല, ആരാധനാരൂപമായ പെരുന്നാളാണ് നാം ആഘോഷിക്കുന്നത്. അടിച്ചു പൊളിക്കുകയും ആടിത്തിമർക്കുകയും ചെയ്യുന്ന ആഘോഷങ്ങളെയാണ് സമൂഹത്തിന്റെ പരിചയമുള്ളത്. ഏതാഘോഷമായിരുന്നാലും മദ്യത്തിന്റെ മേമ്പൊടി ചേർക്കുന്ന, മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന, ലൈംഗിക വൈകൃതങ്ങളിലേക്ക് നീങ്ങുന്ന വിധത്തിലുള്ള
ആഘോഷങ്ങളാണ് ആളുകൾക്ക് പരിചയമുള്ളത്. എന്നാൽ നമ്മോട് ആവശ്യപ്പെടുന്നത് ആഘോഷങ്ങളും ആരാധനയാണ് എന്നാണ്. ഈ ബലിപെരുന്നാളിനോടനുബന്ധിച്ചും ആളുകൾക്ക് ഭക്ഷണം നൽകിക്കൊണ്ട്, മാംസം നൽകിക്കൊണ്ടാണ് നാം ആഘോഷത്തെ ധന്യമാക്കി തീർക്കുന്നത്. ചെറിയ പെരുന്നാളും അരി നൽകിക്കൊണ്ടാണ്, ഭക്ഷണം നൽകിക്കൊണ്ടാണ്, അഥവാ നന്മകൾ ചെയ്തുകൊണ്ടുള്ള ആരാധനാ രൂപത്തിലുള്ള പെരുന്നാളാണ് നമുക്ക് വേണ്ടത് എന്നതാണ് ഈ പെരുന്നാൾ നമ്മോട് ആവശ്യപ്പെടുന്നത്. അങ്ങനെ പെരുന്നാൾ ആഘോഷിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക. ഈ പ്രകൃതി തന്നെ വൈവിധ്യമാണ്. അതുപോലെ തന്നെ ഇവിടെ മനുഷ്യരും വൈവിധ്യമാണ്. ഒരാളും എല്ലാവരും ഒരേ മതക്കാരോ ചിന്താഗതിക്കാരോ അല്ല. ഇന്ത്യ പ്രത്യേകിച്ചും നാനാ മതങ്ങളുടെയും കേദാരമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അല്ലാമ ഇക്ബാൽ പറഞ്ഞതുപോലെ, സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ, അതുപോലെ ഒരുപാട് ആചാര്യന്മാരും ഗുരുക്കന്മാരും പറഞ്ഞതുപോലെ, ഇവിടെ ഇവരെല്ലാവരും ഉണ്ടാകുമ്പോഴാണ് ഇതിന്റെ സൗന്ദര്യം വർദ്ധിക്കുന്നത്. വിവിധ പൂക്കളുകൾ ചേരുമ്പോഴാണ് ഒരു പൂന്തോട്ടമായി മാറുന്നത്. ഇവിടെ ഈ ആളുകൾക്കിടയിൽ സ്നേഹത്തോടുകൂടി, സാഹോദര്യത്തോടുകൂടി ജീവിക്കുവാൻ കഴിയണം. ഏത് മതത്തിന്റെ അനുയായിയായിരുന്നാലും അവിടെ സിരകളിലോടുന്നത് രക്തമാണ്. വേദനയും വികാരങ്ങളും അവർക്കെല്ലാവർക്കും ഒരുപോലെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരസ്പരം സ്നേഹിക്കുവാനും പങ്കുവെക്കുവാനും കഴിയുന്ന മത സൗഹാർദ്ദത്തിന്റെ രംഗങ്ങൾ നമുക്കുണ്ടാകേണ്ടതുണ്ട്. എല്ലാ മതവിഭാഗങ്ങളും മതത്തിന്റെ തത്വശാസ്ത്രങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ആ കാര്യം തന്നെയാണ്. അതുപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് പീഡിത സമൂഹങ്ങളുണ്ട്. ആ ആളുകളെ നാം ഓർക്കേണ്ടതുണ്ട്. ഇന്നും പശ്ചിമേഷ്യ നീറിപ്പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. തങ്ങളുടെ മേൽക്കോയ്മ സ്ഥാപിക്കുവാൻ വേണ്ടി മറ്റ് രാജ്യങ്ങളുടെ മേൽ അവർ കടന്നു ചെല്ലുകയും അവിടെ യുദ്ധോപകരണങ്ങൾ വിറ്റടിക്കുവാൻ വേണ്ടിയും അതുപോലെയുള്ള ഭൗതികമായ അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയും പല രാജ്യങ്ങളെയും കരുവാക്കുവാൻ വേണ്ടി മേൽക്കോയ്മ രാജ്യങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ലോകക്രമത്തിൽ നിന്ന് ന്യായത്തിന്റെയും സത്യത്തിന്റെയും പക്ഷത്ത് നിൽക്കുവാനും നമുക്ക് കഴിയണം. ഇങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ പെരുന്നാൾ, ഈ ബലിപെരുന്നാളിന്റെ ഓർമ്മകൾ നമുക്ക് സമ്മാനിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ആദർശം തന്നെയാണ്. തൗഹീദിന്റെ ആദർശം, ഏകനായ സൃഷ്ടാവിനെ ആരാധിക്കുക, അവനോട് പ്രാർത്ഥിക്കുക, അവനിൽ നിന്ന് ഗുണവും ദോഷവും പ്രതീക്ഷിക്കുക എന്നതാണ്. ആ ഇബ്രാഹിമി കുടുംബത്തെ നമ്മൾ മാതൃകയാക്കണമെന്നാണ് എല്ലാവർക്കും പൊതുവായി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെയും സ്ത്രീജനങ്ങൾക്ക് പ്രത്യേകമായി ഹാജറ ബീവിയെയും കൗമാരത്തിനും യുവത്വത്തിനും പ്രതീകമായി ഇസ്മായിലിനെയും അവർ മാതൃകയാക്കിക്കൊണ്ട് ഒരു നല്ല സമൂഹമായി ജീവിക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സർവാധിനാഥനായ തമ്പുരാനെ, ഞങ്ങൾ ഈ ബലിപെരുന്നാൾ ആഘോഷിക്കുന്ന ഈ സമയത്തും ഞങ്ങൾ വിനയാന്വിതരാണ് റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളിൽ വല്ല പാപങ്ങളും വന്നു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെക്കാൾ ഉപരിയായി ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങൾ ഓർക്കുന്നു നാഥ. അവർ ജീവിച്ചിരിക്കുന്നവരായിരുന്നാലും മരണപ്പെട്ടു പോയവരായിരുന്നാലും വല്ല പാപങ്ങളും അവരിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ സർവാധിനാഥനായ കരുണാമയനായ ദയാപരനായ റബ്ബേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണമേ നാഥ. അല്ലാഹുവേ, അവർ മരണപ്പെട്ടു പോയവരാണെങ്കിൽ അവരുടെ ഖബറുകളെ നീ വിശാലമാക്കി കൊടുക്കണമേ റബ്ബേ. അല്ലാഹുവേ, അവരുടെ പ്രവർത്തനങ്ങൾ, സൽപ്രവർത്തനങ്ങൾ അവർക്ക് കൂട്ടായി നിൽക്കുന്ന അവസ്ഥയുണ്ടാകണമേ റബ്ബേ. നിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ സ്വർഗത്തിൽ നിന്നുള്ള ഒരു കവാടം അവരുടെ ഖബറുകളിലേക്ക് തുറക്കപ്പെട്ട രൂപത്തിൽ സൗഭാഗ്യം അനുഭവിക്കുന്ന ബർസഖി ജീവിതം ആസ്വദിക്കുന്നവരാക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുപാട് പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിക്കുന്ന ആളുകൾക്ക് അല്ലാഹുവേ നീ മാത്രമാണ് തുണ. ചരിത്രത്തിൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ശേഷം ഒരുപാട് പ്രതിസന്ധികളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് രക്ഷിച്ചത് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. റബ്ബേ, വിശ്വാസം ഉറച്ചാൽ നീ സഹായിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് നാഥ, അത്തരത്തിലുള്ള ആളുകളെ, പീഡനങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ നീ സഹായിക്കണമേ തമ്പുരാനെ.
അള്ളാഹുവേ, പല വിധത്തിലുള്ള രോഗങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. പൂർണ്ണമായും ശിഫ നൽകുവാൻ കഴിയുന്നവൻ നീയാണ് റഹ്മാനെ. അള്ളാഹുവേ, അങ്ങനെ രോഗം അനുഭവിക്കുന്ന എല്ലാ ആളുകൾക്കും നീ പൂർണ്ണ ശമനം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഒരുപാട് പ്രയാസങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും അനുഭവിക്കുന്ന ആളുകളുണ്ട്. പടച്ചവരെ, നിന്റെ ഖജനാവ് നിറഞ്ഞതാണ്. നീ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾക്ക് ഈ ദുനിയാവിൽ സന്തോഷിക്കുവാനുള്ള ഏറ്റവും വലിയ കേന്ദ്രം എന്ന് പറയുന്നത് ഞങ്ങളുടെ കുടുംബമാണ് റബ്ബേ. മാതാപിതാക്കളും മക്കളും കൂട്ടുകുടുംബങ്ങളും സന്തോഷത്തോടുകൂടി ആനന്ദത്തോടുകൂടി പരസ്പരം സന്തോഷിക്കുന്ന അവസ്ഥയിൽ ജീവിക്കുന്ന കുടുംബങ്ങളായി ഞങ്ങളുടെ കുടുംബങ്ങളെ നീ മാറ്റണമേ തമ്പുരാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദത്ത് കൃത്യമായി മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും അതനുസരിച്ചു കൊണ്ട് ജീവിക്കുവാനും അത് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെട്ടു പോകുവാനുമുള്ള ഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.